ചരിത്രത്തിലെ വലിയ യുദ്ധകഥകളൊക്കെ നമുക്കറിയാം അല്ലേ? പക്ഷേ ആ യുദ്ധങ്ങൾക്കിടയിൽ ആരും ശ്രദ്ധിക്കാതെ പോയ ചില ജീവിതങ്ങളുണ്ട്. ഇത് അങ്ങനെ ഒരാളുടെ കഥയാണ്. കഥയിലേക്ക് കടക്കാം. നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, കഥകളുടെ അത്ഭുത ലോകത്തിലേക്ക് സ്വാഗതം. ഇത് നിങ്ങളുടെ സ്വന്തം സ്റ്റോറീസ് ഫിയർ. കൂടുതൽ രസകരമായ കഥകൾക്കായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, ഫോളോ ചെയ്യൂ. കാലം 16-ാം നൂറ്റാണ്ട്. അറബിക്കടൽ അക്ഷരാർത്ഥത്തിൽ തിളച്ചുമറിയുന്ന സമയമാണ്. ഒരു വശത്ത് പോർച്ചുഗീസുകാർ, മറുവശത്ത് നമ്മുടെ കുഞ്ഞാലിമരയ്ക്കാന്മാർ. കടലിൽ ആധിപത്യത്തിനു വേണ്ടി ചോര ചിന്തുന്ന നാളുകൾ. അങ്ങനെ ഒരു ദിവസം കടലിൽ വെച്ച് നടന്ന ഒരു വലിയ യുദ്ധത്തിനിടയിലാണ് അത് സംഭവിക്കുന്നത്. ഒരു ദുരന്തം. സാക്ഷാൽ കുഞ്ഞാലിമരയ്ക്കാർ നാലാമന്റെ സ്വന്തം അനന്തരവൻ പോർച്ചുഗീസുകാരുടെ കയ്യിലകപ്പെടുന്നു. ഇതൊരു സാധാരണ തടവുകാരൻ പിടിക്കപ്പെട്ടതുപോലെ ആയിരുന്നില്ല. മരയ്ക്കാർ സൈന്യത്തിന് അവരുടെ നെഞ്ചിൽ കിട്ടിയ ഒരു അടിയായിരുന്നു അത്. അത്രയ്ക്ക് ആഴത്തിലുള്ള ഒരു മുറിവ്. പക്ഷെ പോർച്ചുഗീസുകാർക്ക് ആ പയ്യൻ വെറുമൊരു തടവുകാരനായിരുന്നില്ല. അവരവനെ കണ്ടത് മരക്കാർമാർക്കെതിരെ പ്രയോഗിക്കാനുള്ളൊരു ജീവനുള്ള ആയുധമായിട്ടാണ്. അവരുടെ പ്ലാൻ ഇതായിരുന്നു. ആദ്യം അവനെ നിർബന്ധിച്ചും മതം മാറ്റി. എന്നിട്ട് ഡോം പെഡ്രോ റോഡ്രിഗസ് എന്നൊരു പോർച്ചുഗീസ് പേരും കൊടുത്തു. പിന്നെ ഒരു പോർച്ചുഗീസ് പ്രഭുവിനെ പോലെ വളർത്തി അവരുടെ നേവൽ ടാക്ടിക്സ് മുഴുവൻ പഠിപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ, ശത്രുവിന്റെ രക്തത്തെ തങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ പോരാളിയാക്കി മാറ്റുക. ഇതായിരുന്നു അവരുടെ മാസ്റ്റർ പ്ലാൻ. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. പോർച്ചുഗീസുകാർ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു. അല്ലെങ്കിൽ അവരെങ്ങനെ വിശ്വസിച്ചു? ഡോം പെഡ്രോ റോഡ്രിഗസ് അവരുടെ ഏറ്റവും മിടുക്കരായ, ഏറ്റവും വിശ്വസ്തരായ ഓഫീസർമാരിൽ ഒരാളായി മാറി. പക്ഷേ ആരും അറിയാതെ ഡോം പെഡ്രോ നയിച്ചത് ഒരു ഡബിൾ ലൈഫായിരുന്നു. പുറമേക്ക് നോക്കുമ്പോൾ അവൻ പെർഫെക്റ്റ് പോർച്ചുഗീസ് ക്യാപ്റ്റൻ. അവരുടെ യൂണിഫോം ഇടുന്നു, അവരുടെ ഭാഷ സംസാരിക്കുന്നു, എല്ലാവർക്കും അവനെ വലിയ വിശ്വാസമാണ്. എന്നാൽ അവന്റെ ഉള്ളിൽ തക്കം പാർത്തിരിക്കുന്ന ഒരു മരയ്ക്കാറുണ്ടായിരുന്നു. പ്രതികാരഡാഹിയായ മലബാറിലെ ഓരോ മണൽത്തരിയും അറിയാവുന്ന ഒരു യോദ്ധാവ്. ശരിക്കും പറഞ്ഞാൽ ആരും കാണാത്ത ഒരു രഹസ്യ പോരാളി. പോർച്ചുഗീസുകാർക്ക് ഇത് വലിയൊരു വിജയമായിരുന്നു. അവർ ശരിക്കും ആഘോഷിച്ചു. മരയ്ക്കാർ കുടുംബത്തിലെ ഒരു ചെക്കനെ തങ്ങളുടെ ആളാക്കി മാറ്റിയല്ലോ, ഇതിൽ കൂടുതൽ എന്തു വേണം? പക്ഷെ അവർക്കൊരു അബദ്ധം പറ്റി. അവരറിഞ്ഞില്ല ആ പോർച്ചുഗീസ് യൂണിഫോമിനുള്ളിൽ മിടിച്ചിരുന്നത് ഒരു തനി മരയ്ക്കാരുടെ ഹൃദയമായിരുന്നുവെന്ന്. ആ അറിവില്ലായ്മയായിരുന്നു അവരുടെ ഏറ്റവും വലിയ പരാജയവും. അപ്പോ ഇനിയാണ് കഥ ശരിക്കും ടേൺ എടുക്കുന്നത്. ഡോം പെഡ്രോ എന്തു ചെയ്തുവെന്നോ? തനിക്ക് കിട്ടിയ ആ അധികാരവും വിശ്വാസവുമില്ലേ, അത് പോർച്ചുഗീസുകാർക്കെതിരെയുള്ള ഏറ്റവും വലിയ ആയുധമാക്കി മാറ്റി. ശരിക്കും പറഞ്ഞാല് ഉള്ളിൽ നിന്നുള്ള ഒരു ഒറ്റയാൾ പോരാട്ടം, ഒരു രഹസ്യ യുദ്ധം അവൻ തുടങ്ങിവെച്ചു. അവന്റെ ഓപ്പറേഷന് പ്രധാനമായും 3 ഭാഗങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തേത്, പോർച്ചുഗലിൽ നിന്ന് വരുന്ന പുത്തൻ യുദ്ധക്കപ്പലുകൾ രഹസ്യമായി അമ്മാവനായ കുഞ്ഞാലിക്ക് എത്തിച്ചുകൊടുക്കും. രണ്ടാമത്തേത്, പോർച്ചുഗീസ് ഖജനാവിലേക്ക് പോകുന്ന സ്വർണവും നിധികളുമെല്ലാം വഴിതിരിച്ചുവിടും. എന്നിട്ട് കടൽ കൊള്ളക്കാർ ആക്രമിച്ചതാണെന്നൊരു കഥയുണ്ടാക്കും. മൂന്നാമത്തേത്, പോർച്ചുഗീസുകാരുടെ തന്നെ പീരങ്കികളും വെടിമരുന്നും പോലുള്ള ആയുധങ്ങൾ പോലും അവൻ മരയ്ക്കാർ കോട്ടയിലേക്ക് കടത്തിക്കൊടുത്തു. ചുരുക്കത്തിൽ ശത്രുവിന്റെ ആയുധം കൊണ്ടുതന്നെ ശത്രുവിനെതിരെ പൊരുതി. അങ്ങനെ വർഷം 1600-ലെത്തി. കുഞ്ഞാലിമരയ്ക്കാർക്കെതിരെയുള്ള അവസാനത്തെ നിർണായകമായ യുദ്ധത്തിന് പോർച്ചുഗീസുകാർ കോപ്പുകൂട്ടി. ഈ സമയമായപ്പോഴേക്കും ഡോം പെഡ്രോയുടെ കളികൾ കൂടുതൽ ധൈര്യപൂർവമായി. ശരിക്കും പറഞ്ഞ കുറച്ച് ഓവറായി. സ്വാഭാവികമായതും ഇത് ചില സംശയങ്ങൾക്ക് വഴിവെച്ചു. പോർച്ചുഗീസുകാർ എന്ത് പ്ലാനിട്ടാലും അതെല്ലാം എങ്ങനെയോ കുഞ്ഞാലിമരയ്ക്കാർ മുൻകൂട്ടി അറിയുന്നു. അതോടെ അവർക്കുറപ്പായി, നമ്മുടെ കൂട്ടത്തിലൊരൊറ്റക്കാരനുണ്ട്. പതിയെ ആ സംശയത്തിന്റെ സൂചിമുന്നിൽ ചെന്ന് നിന്നത് അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരാളിലേക്കായിരുന്നു. അതെ, അവരുടെ പ്രിയപ്പെട്ട വിശ്വസ്തനായ ക്യാപ്റ്റൻ ഡോം പെഡ്രോ റോഡ്രിഗസിലേക്ക്. പിന്നെ ഒരു രഹസ്യ അന്വേഷണമായിരുന്നു. അതിൽ നിർണായകമായ പല തെളിവുകളും പുറത്തുവന്നു. ഒന്നാമതായി, ഡോം പെഡ്രോ മരയ്ക്കാർമാർക്ക് അയച്ച ചില കത്തുകൾ അവർക്ക് കിട്ടി. പിന്നെ അവന്റെ ചുമതലയിലുണ്ടായിരുന്ന കപ്പലുകളിൽ നിന്ന് സ്വർണം കാണാതായതിന്റെ രേഖകൾ. പോരാത്തതിന് രാത്രി സമയങ്ങളിൽ അവൻ രഹസ്യമായി ചിലരെ കാണാൻ പോകുന്നതിനെക്കുറിച്ച് ചില സാക്ഷികളും മൊഴി നൽകി. എല്ലാ തെളിവുകളും ഒരുമിച്ച് വന്നപ്പോ പോർച്ചുഗീസുകാർ ശരിക്കും ഞെട്ടിപ്പോയി. അവർ വിശ്വസിച്ചയാൾ തന്നെയായിരുന്നു ചതിയൻ. അങ്ങനെ ഡോം പെഡ്രോയുടെ ആ രഹസ്യ യുദ്ധത്തിനവിടെ തിരശ്ശീല വീണു. പക്ഷേ അതൊരു അവസാനമായിരുന്നില്ല. അയാളുടെ ജീവിതത്തിലെ ഏറ്റവും ക്രൂരമായ, ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു അവസാന അധ്യായത്തിന്റെ തുടക്കമായിരുന്നു അത്. അവർ പെഡ്രോയെ പിടികൂടി. പിന്നെ അതിക്രൂരമായ പീഡനമായിരുന്നു. മരയ്ക്കാരുടെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി അവർക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തു. പക്ഷേ ഒരൊറ്റ വാക്കുപോലും അവൻ പറഞ്ഞില്ല.
മരണം തൊട്ടുമുന്നിൽ നിൽക്കുമ്പോഴും സ്വന്തം കുടുംബത്തെ, സ്വന്തം രക്തത്തെ അവൻ ഒറ്റിക്കൊടുത്തില്ല. ഒടുവിൽ കുഞ്ഞാളി മരയ്ക്കാർ 4ാമൻ പോർച്ചുഗീസുകാരുടെ മുന്നിൽ കീഴടങ്ങുന്നതിന് ദിവസങ്ങൾക്കു മുൻപ് ഗോവയിലെ തെരുവീഥികളിൽ വെച്ച് എല്ലാവരും കാണെ അവർ ഡോം പെഡ്രോ റോഡ്രിഗസിനെ വധിച്ചു. ഒരു ചരിത്ര നിയോഗം പോലെ ആ വലിയ പോരാട്ടത്തിന് തൊട്ടുമുൻപ് ആ രഹസ്യ പോരാളിയുടെ ജീവിതം അവസാനിച്ചു. അപ്പോ ശത്രുക്കൾ ഒരു ആയുധമാക്കാൻ ശ്രമിച്ച ആ ചെറുപ്പക്കാരൻ തന്റെ അവസാന ശ്വാസം വരെയും തന്റെ വേരുകളെ മുറുകെ പിടിച്ചു. അവൻ പോരാടിയതൊരു സാമ്രാജ്യത്തോടായിരുന്നു, അതും ഒറ്റയ്ക്ക്. എന്തിനുവേണ്ടി? സ്വന്തം കുടുംബത്തിനു വേണ്ടി, സ്വന്തം ചോരയ്ക്കു വേണ്ടി. ഡോം പെഡ്രോയുടെ കഥ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. എത്രയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്താലും, എത്ര വലിയ പരിശീലനം കൊടുത്താലും രക്തബന്ധത്തിന്റെ വിളിക്ക് അതിനേക്കാളെല്ലാം ശക്തിയുണ്ടാകും. ഈ കഥ കേൾക്കുമ്പോൾ നമ്മൾ ഓർത്തുപോകുന്ന ഒരു കാര്യമുണ്ട്. ഡോം പെഡ്രോയെപ്പോലെ ചരിത്രപുസ്തകങ്ങളിലൊന്നും ഇടം നേടാതെ പോയ നമ്മൾ ആരും അറിയാത്ത എത്രയെത്ര ഹീറോസ് ഉണ്ടാവും, അല്ലേ? ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് നമ്മൾ ഈ വിവരണം ഇവിടെ അവസാനിപ്പിക്കുന്നു.